കുറുവാസനം ഉൾപ്പെടെയുള്ള പൈശാചിക കേന്ദ്രങ്ങളുടെ ബിസിനസ് ട്രിക്ക് ഇതാണ്. സുനിൽ ഒരു 10 കാര്യം സംഭവിക്കുമെന്ന് ആരോടെങ്കിലും പറഞ്ഞു തുറന്നെങ്കിൽ അത് 3 കാര്യം സംഭവിച്ചിരിക്കും. അതൊരു ലോ ഓഫ് ആവറേജ് ആണ്. നമ്മളൊരു സംഗതി പറയുമ്പോൾ നമ്മളൊരു മാവെ കല്ലെറിയാണെങ്കിൽ 10 ഒരെണ്ണെങ്കിലും കൊള്ളായിരിക്കുമോ? അതാണ് കൊണ്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സിലൊരു തിയറിയാണ് ലോ ഓഫ് ആവറേജ്. അതിനകത്ത് അഗ്രഗണ്യാണ് മിസ്റ്റർ ജോസഫ്. പുള്ളി മാർക്കറ്റിംഗ് എന്നാന്നറിയോ, ഈ പണ്ട് നമുക്കൊരു ഈ പറഞ്ഞ മോദി കെയർ അല്ലെങ്കിൽ ഒരു ആംബ ഇല്ലായിരുന്നോ, അവിടെയാണെങ്കിൽ നമ്മൾ സെയിൽ കൂടുന്നതനുസരിച്ച് നമ്മുടെ താഴെയുള്ളവർ സെയിൽ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ പൊസിഷൻ കൂടിക്കൊണ്ടിരിക്കും. അസിസ്റ്റന്റ് ഡയറക്ടർ മാനേജർ ജനറൽ മാനേജർ അന്നേരം നമ്മുടെ കമ്മീഷൻ റേറ്റും കൂടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ജോസഫിന്റെ സ്ട്രാറ്റജി അത് തന്നെയാണ്. ഡോക്ടർ പീറ്റ് സ്കോട്ട് എന്ന് പറഞ്ഞ അമേരിക്കൻ ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റ് ഒരു പുസ്തകം എഴുതുന്നത് ദ റോഡ് ലെസ് ട്രാവൽഡ്. അതിനകത്ത് എഴുതിക്കുന്ന ആദ്യത്തെ 3 വേർഡ്സ് ആണ് ലൈഫ് ഈസ് ഡിഫിക്കൽട്ട്. പുള്ളി ധനവാനോ പാവപ്പെട്ടവനോ പവിത്രനോ ആരും പറഞ്ഞ ലൈഫ് ഈസ് ഡിഫിക്കൽട്ട്. നമ്മുടെ ലൈഫ് ഡിഫിക്കൽട്ട് ആയിട്ടാണ് ദൈവം ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അത്ഭുത രോഗശാന്തി ശുശ്രൂഷകളും പ്രോസ്പെരിറ്റി ഗോസ്പൽ കച്ചവടവും ഉൾപ്പെടെയുള്ള വചന കച്ചവടം നടത്തുന്ന കേരളത്തിലെ കുപ്രസിദ്ധ പൈശാചിക കേന്ദ്രങ്ങളുടെ എല്ലാം പിന്നിലുള്ള ട്രേഡ് സീക്രട്ട് എന്താണെന്ന് കത്തോലിക്ക സഭാംഗവും കേന്ദ്ര സർവീസിൽ ഉന്നത പദവികൾ വഹിച്ചിരുന്ന വ്യക്തിത്വവുമായ ശ്രീ കെ ടി തോമസ് തന്റെ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയുന്നത് കേൾക്കുക. ഞാനൊരു സെൻട്രൽ ഗവൺമെന്റ് സർവീസ് റിട്ടയർ ആയ ഓഫീസറാണ്. റോമൻ കത്തോലിക്ക സഭാംഗം. റോമൻ കത്തോലിക്ക കാതലിഞ്ഞ സഭ. എന്റെ ലൈഫ് ഞാൻ അസിസ്റ്റന്റ് ഗ്രേഡ് എന്ന് പറഞ്ഞൊരു എക്സാം എഴുതി, അതായത് IAS തൊട്ട് താഴെയുള്ള എക്സാം. അത് പാസ്സായി കഴിഞ്ഞ് 4 വർഷം കഴിയുമ്പോൾ സെക്ഷൻ ഓഫീസേഴ്സ് ഗ്രേഡ് എഴുതാം. പിന്നെ അത് കഴിഞ്ഞ് സെക്ഷൻ ഓഫീസർ ഗ്രേഡ് പാസ്സായി കഴിയുമ്പോൾ എക്സാമിനേഷനോട് സെക്ഷൻ, അത് കഴിഞ്ഞ് പിന്നെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ സീനിയോറിറ്റി അനുസരിച്ചാണ്. എന്റെ ജീവിതത്തിൽ 2 നടന്ന അത്ഭുതങ്ങൾ ഞാൻ പ്രാർത്ഥിക്കാതെ നടന്ന അത്ഭുതങ്ങൾ. സീനിയോറിറ്റി അനുസരിച്ച് എന്റെ സീനിയേഴ്സ് നോക്കിയിട്ട് 18 വർഷം എസ്ഒ-ആയിട്ട് 19 വർഷം 14 17 കഴിഞ്ഞായിട്ട്. പക്ഷെ എന്റെ കാര്യത്തിൽ 11 വർഷമായപ്പം എൻ്റെ ബാച്ചുകാർക്ക്, എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ ബാച്ച് 86 ബാച്ച് സെക്ഷൻ ഓഫീസർക്ക് ഒരു സ്പെഷ്യൽ സ്കീം കൊണ്ടുവന്ന് 11 വർഷം കൊണ്ട് ഔട്ട് ഓഫ് 10 പ്രൊമോഷൻ കൊടുത്തു. അതെൻ്റെ ഒരു മിറക്കിളാണ്. ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് ഞാൻ 15 വർഷം കഴിഞ്ഞാൽ 18 വർഷം കഴിഞ്ഞ് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി, കാരണം നമുക്ക് അതിന് ചില കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു മിറക്കിൾ സംഭവിച്ചു. നമുക്ക് 10 വർഷം അല്ലെ 18 വർഷം കഴിഞ്ഞ് എൻ്റെ സീനിയേഴ്സ് കിട്ടിയുള്ള പ്രൊമോഷൻ അത് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ മെന്റലി റെക്കൺസൈൽഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അന്നേരം സഡൻലി ഔട്ട് ഓഫ് ദ ബ്ലൂ ഇങ്ങനെ സംഭവിച്ചു. 11ാമത്തെ വർഷം ഞാൻ അണ്ടർ സെക്രട്ടറി ആയി. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോലും അങ്ങനെ ആലോചിച്ചിട്ട് പോലുമില്ല, ഞാൻ ദൈവത്തോടൊന്നും ചോദിച്ചിട്ട് പോലുമില്ല. അങ്ങനെ കാരണം ആഗ്രഹിക്കാൻ കാരണം അങ്ങനെ ഒരു സംഭവം നടക്കില്ല. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു മിറക്കിൾ സംഭവിച്ചു. പിന്നെ 2ാമത്തെ മിറക്കിൾ എൻ്റെ ചോദിക്കാൻ നടന്നത്, അതായത് ഞാനൊരു പ്രാർത്ഥനയില്ലാതെ ഞാനത് കഴിഞ്ഞ അണ്ടർ സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറി ഡയറക്ടർ ആകാൻ 5 വർഷത്തെ റെഗുലർ സർവീസ് വേണം. എൻ്റെ കാര്യത്തിൽ UPA ഗവൺമെന്റ് പോകുന്ന സമയമായിരുന്നു. ഞാൻ സെൻട്രൽ സെക്രട്ടറി സർവീസാണ്. UPA ഗവൺമെന്റ് പോകുന്ന സമയത്ത് അവർ മാക്സിമം ആൾക്കാർക്ക് സോപ്പ് കൊടുത്തുകൊണ്ടിരിക്കുക. അന്നേരം ഞങ്ങളുടെ അസോസിയേഷൻ വെച്ചാൽ ഈ ഡയറക്ടർ ആണുള്ള ഇത് 5 വർഷത്തെ റെഗുലർ 3 വർഷമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞൊരു റെപ്രസെന്റേഷൻ കൊടുത്തു. ആസ് എ വൺ ടൈം ഡിസ്പെൻസേഷൻ അത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തു. അന്നേരം ഞാൻ 2015 റിട്ടയർ ആകും. അതിനു മുമ്പേ ഞാൻ 2016 5 വർഷം തികയുള്ളൂ, 16 17 മറ്റോ. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഈ ഡയറക്ടറുടെ പ്രൊമോഷൻ കിട്ടി. അത് അനദർ മിറക്കിളാണ്. ഇതിന് മിറക്കിൾ എന്ന് പറയാൻ കാരണം ഈ 2 പ്രൊമോഷൻ എനിക്ക് കിട്ടി അട്ടൗട്ടാണ്. അതിന് മുമ്പ് നടന്നിട്ടില്ല, പിമ്പും നടന്നിട്ടില്ല. 2 മിറക്കിളാണ് പ്രാർത്ഥിക്കാതെ കിട്ടിയത്. എനിക്ക് മാത്രമല്ലെന്ന് എൻ്റെ ഒരു ബാച്ച് ഉണ്ട്, ഒരു 120 പേരുണ്ട്, 86 SO ഗ്രേഡ്. ഞങ്ങൾ എല്ലാവർക്കും ഈ ഒരു ബാച്ചുകാർക്ക് 2 ബെനിഫിറ്റും കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് DS2 ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാണ്ടം ജമ്പ് സാലറി വരുന്നത്, സബ്സ്റ്റാൻഷ്യൽ ഡിഫറൻസ് ആണ്. ഈ 3 വർഷം കിട്ടിയാണ് ഇവിടുത്തെ അഡീഷണൽ സെക്രട്ടറി റാങ്കാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. അതും ഒരു അല്പം തന്നെ. അതിന് ശേഷം നടന്നിട്ടില്ല കേട്ടോ, അതിന് മുമ്പ് നടന്നിട്ടില്ല. ഈ 2 മിറക്കിൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ആ സങ്കീർത്തനം 139 എൻ്റെ ജീവിതത്തിൽ നടക്കാനുള്ളതായിരുന്നു. അതേ കണക്കിന് ഞാൻ ഈ ഡിവൈനിൽ പോയി ചത്ത് കിടന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഒരു കാര്യം 3 കാര്യം ഞാൻ 3 നടന്നിട്ടില്ല. ഒരു കാര്യം മാത്രം പറയും, ബാക്കിയെല്ലാം ടു പേഴ്സണലാണ്. ഒരു കാര്യം ഞാൻ പറയും, എൻ്റെ മോന് +2 പഠിച്ചുകൊണ്ട് നല്ലപോലെ പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്നേരം അവന് എഞ്ചിനീയറിംഗ്. ഞാൻ പറഞ്ഞു ഓക്കെ. അന്നേരം ഞാൻ പറഞ്ഞു എൻ്റെ ദൈവമേ, ഇപ്പോൾ ഡിവൈനിൽ പോയി ഇഷ്ടം പോലെ ഞങ്ങൾ ഡിവൈൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട് ഡൽഹിയിൽ, അറിയാം, ഫരീദാബാദിൽ. അന്നേരം അവിടെ ചെന്ന് നൈറ്റ് വീജില് പ്രാർത്ഥന, ധ്യാനം, ഈ എന്നാ പറഞ്ഞ ഉപവാസ പ്രാർത്ഥന എല്ലാം ചെയ്ത് ഞാൻ എൻ്റെ മോൻ IIT അഡ്മിഷൻ കിട്ടണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാനത് നമ്മൾ ചോദിച്ചാൽ കിട്ടുകയെന്ന് പറയാൻ കാരണം അതാ, അത് ദൈവം തരാനുള്ള അല്ലെന്നും തരും. പുള്ളിക്കാരന് IIT കിട്ടില്ല, വേറെ സാധാരണ എഞ്ചിനീയറിംഗുകളെ കിട്ടി. എന്നിട്ട് ആ എഞ്ചിനീയറിംഗ് പുള്ളിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, പ്രത്യേകിച്ച് സാഹചര്യം കൊണ്ട്. ഞാൻ ദൈവത്തോട് IIT ചോദിച്ചു. എൻ്റെ മകനൊരു എഞ്ചിനീയറിംഗ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവനൊരു സാധാരണ ഡിഗ്രി എടുത്ത് ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചതിന് എങ്ങനെ അതുപോലെ പോട്ടെ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി പോലും കിട്ടിയില്ല. ഇത് എൻ്റെ അനുഭവമാണ്.
അതിനുവേണ്ടി ഞാൻ ചത്തുപോയി. അതുപോലെ ഞാൻ എന്തുമാത്രം ഈ പറഞ്ഞ പോലെ ഡിവൈനിലേക്ക് കോൺട്രിബ്യൂഷന് ഡിവൈൻ്റെ 10,000 രൂപയുടെ മാക്സിമം മേടിച്ച് ഡിസ്ട്രിബ്യൂട്ട്, ഞാൻ അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് സങ്കീർത്തനം 130 അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരു കുർബാന അന്ന് ഞാൻ പറഞ്ഞില്ല, പണ്ട് പോകുമായിരുന്നു നൈറ്റ് എല്ലാ ഫസ്റ്റ് ഫ്രൈഡേയിലും നൈറ്റ് വിജിലായിരുന്നു, രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ചോദിച്ചു. പിന്നെ ധ്യാനങ്ങൾ വേറൊരു മറക്കൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിട്ടയർ ആവാന്ന് വെച്ചാൽ റിട്ടയറായി ഡയറക്ടറായിട്ട് ആ മിനിസ്ട്രി തന്നെ, മിനിസ്റ്റർ ലോ ആൻഡ് ജസ്റ്റിസിന് അവസാനം റിട്ടയർ സെൻട്രൽ സെക്രട്ടറിയാർക്ക് ഓരോ പ്രൊമോഷൻ കിട്ടുമ്പോഴും ഓരോ മിനിസ്ട്രി മാറുകയും. അന്ന് പറഞ്ഞാൽ അവിടെ എന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് 6 വർഷം എന്നെ അഡ്വൈസറായിട്ട് വെച്ചു. അത് ഹിസ്റ്ററിയിൽ ആദ്യമാണ്. കാരണം ഒരു സെൻട്രൽ സെക്രട്ടറി സർവീസുകാരന് മാക്സിമം 1 വർഷമൊക്കെ കൊടുക്കും. എന്നെ എന്നിട്ടും വിടാൻ തയ്യാറാണ്. കാരണം എന്റെ വൈഫ് അന്നേരം റിട്ടയർ ആയതുകൊണ്ട് ഞാൻ നാട്ടിൽ പോരാന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. സാറ് ഏത് സർവീസിലായിരുന്നു? സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് എന്ന് പറയും. സെൻട്രൽ സെക്രട്ടറി സർവീസിൽ ഏത് ഡിവിഷനിലായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം കയറിയത് മിനിസ്റ്റർ ഓഫ് കൊമേഴ്സിലായിരുന്നു. പിന്നെ എസ് ഒ ഗ്രേഡ് ആയപ്പോൾ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൽ പോയി. അവിടെ 20 വർഷം കഴിഞ്ഞ് അത് കഴിഞ്ഞ് പ്രൊമോഷൻ അവിടെ തന്നെ അണ്ടർ സെക്രട്ടറി ആയി. അത് കഴിഞ്ഞ് പിന്നെ റെഗുലർ പ്രൊമോഷൻ വന്നപ്പം പിന്നെ ഞാൻ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ട് കൊമേഴ്സിൽ വന്നു. അവിടുന്ന് ഡയറക്ടർ ആയപ്പോൾ ഞാൻ പിന്നെ എന്നാ പറയുന്നത് മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിലേക്ക് വന്നു. ഞങ്ങൾക്ക് ഓരോ പ്രൊമോഷനും ഓരോ മിനിസ്റ്ററി മാറി, കാരണം ഒരിടത്ത് ഒരാൾ റൂട്ട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ആത്മീയ വ്യാപാര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പ്രിൻസിപ്പൽ എന്താണെന്നാണ് താങ്കളുടെ ഒരു ഒബ്സർവേഷൻ? എന്താ, ഇത് തന്നെ മണി തന്നെ. കാരണം ഇതെല്ലാം എന്തിനാ കർത്താവിന് ഒരല്പം സംഭവിച്ചെന്ന് ഓർത്തു, എന്തിനാ അതിനെ മഹത്വപ്പെടുത്തുന്ന ഒരു സ്റ്റേജിൽ കയറി ആൾക്കാർ എന്തിനാണ് ഈ ടെസ്റ്റ് മണി പറയേണ്ടത്? ആ കർത്താവിന് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന് വലത്തുവായി അടുത്തിരിക്കുന്ന ആളിന് ഈ നാട്ടിലൊരാൾ മയക്കി കൂടെ പറഞ്ഞാലേ ആ പുള്ളിക്ക് ഗ്ലോറിഫിക്കേഷൻ വരുള്ളൂ. പുള്ളിക്ക് അതിൻ്റെ ആവശ്യം അഥവാ അല്പം ഈ എന്തുകൊണ്ട് ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഈ ടെസ്റ്റ് മണി എന്ന് പറയുന്നത്. അതിനകത്ത് അഗ്രഗണ്യാണ് നമ്മുടെ ജോസഫ് അച്ഛന്. ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു ആവറേജിന് സുനിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയോ, സുനിൽ ഒരു 10 കാര്യം സംഭവിക്കുമെന്ന് ആരോടെങ്കിലും പറഞ്ഞു തുറന്നെങ്കിൽ അത് 3 കാര്യം സംഭവിച്ചിരിക്കും. അതൊരു ലോ ഓഫ് ആവറേജ് ആണ്. നമ്മളൊരു സംഗതി പറയുമ്പോൾ നമ്മളൊരു മാവെ കല്ലെറിയാണെങ്കിൽ 10 ഒരെണ്ണെങ്കിലും കൊള്ളായിരിക്കുമോ? അതാണ് കൊണ്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സിലൊരു തിയറിയാണ് ലോ ഓഫ് ആവറേജ്. അതാ 10 കാര്യം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. എന്താ പറയുക, ഈ പറഞ്ഞ ഞാൻ പറയണം അവിടെ 10,000 പേരുന്ന ആൾക്കാർ ഓരോ നമ്മുടെ ആഗ്രഹം കൊണ്ട് ചെല്ലുന്നു. അതായത് 100-ൽ 3 അല്ലെങ്കിൽ 3 പേരുടെ അല്ല 10-ൽ 3 അല്ലെങ്കിൽ നോക്കി 100-ൽ 10 പേരുടെയെങ്കിലും സംഭവിച്ചിരിക്കും. ആ 90 പേരെ സാക്ഷ്യം വരുന്നില്ല. ഈ അവിടെ വരുന്ന എല്ലാ ആൾക്കാർക്കും സാധിച്ചെങ്കിൽ ദൈവം ഒരിക്കലും തിരിച്ചു വിശ്വാസം ചെയ്യല, ഇല്ലേ? അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇതുപോലെ അവിടെ പൈസ കൊടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അനുഗ്രഹം തരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ദൈവമാണെന്ന് ദൈവം അന്ന് റെക്കമെൻഡേഷൻ വേണം. അത് തന്നെയല്ല ഞാൻ ചോദിക്കുന്നത്, ഈ പറഞ്ഞ അവിടെ ചെല്ലുന്ന ആൾക്കാർക്കെല്ലാം അവരുടെ മനസ്സിലെ ആഗ്രഹം സാധിച്ചിരുന്നുവെങ്കിൽ ജോസഫ് അച്ഛൻ ഈ കൃപാസനർക്ക് 4-5 പേജ് കൊണ്ട് തീരുകയല്ല, വോളിയംസ് എഴുതേണ്ടി വരും. കാരണം അത്ര ആൾക്കാർ അവിടെ ചെല്ലുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇവിടെ എഴുതുന്നവർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇരുന്നതാണ്. അവരുടെ ജീവിതത്തിൽ അത് സംഭവിച്ച സങ്കീർത്തനം 30 അവരുണ്ടായിരുന്നതാണ്. അവരിവിടെ വന്നുകൊണ്ട് സാധിച്ചത്. കാരണം എല്ലാവരും വിശ്വാസമല്ലേ, ഇവിടെ വന്നുകൊണ്ട് അത് സംഭവിച്ചു അയക്കുന്നു. എന്തുകൊണ്ട് ഈ 100 പേർക്കും കിട്ടുന്നില്ല? ഈ സുനിൽ ഇതിനു വേണ്ടി ഇങ്ങനെ ഒരു ചോദിക്കുകയാണ്, നിങ്ങളെ കൃപാസന ഉടമ്പടി എടുത്തിട്ട് വെറും എന്നാ പറയുന്ന ഇത് ചീറ്റഡ് ആയി തോന്നുന്ന ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാൻ തോന്നുന്നു, തീർച്ചയായിട്ടും റെസ്പോൺസ് വരും. എനിക്ക് സംഭവിച്ചിട്ടില്ല. ഞാൻ തീക്ഷ്ണമായിട്ട് 3 കാര്യങ്ങൾ ധ്യാനം കൂടിയും പ്രാർത്ഥിച്ചും കോൺട്രിബ്യൂഷൻ കൊടുത്തും എല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നെ 3 കാര്യം സംഭവിച്ചിട്ടില്ല. പക്ഷെ സംഭവിക്കാത്ത 3 അത്ഭുതങ്ങൾ ഞാൻ ആഗ്രഹിക്കാതെ വന്നിട്ടുമുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ ഇപ്പം താങ്കൾക്ക് ലഭിച്ച പോലെ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതെല്ലാം ഒരു ദൈവത്തിന്റെ ഏതോ വലിയൊരു കളിയാണെന്ന് കരുതി ആ ക്രെഡിറ്റ് മുഴുവൻ ഏതെങ്കിലും ഒരു പുണ്യാണല്ലോ, അല്ലെ നമുക്ക് ഓരോരുത്തർക്കും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടപ്പെട്ട മധ്യസ്ഥനോ ഞാൻ വിശ്വസിക്കുന്ന ദൈവം നമ്മുടെ ഡെസ്റ്റിനിയിൽ അത് എഴുതി വെച്ചിട്ടോ. ഞാൻ ചോദിക്കാതെ കിട്ടിയതാണത്. 3 എണ്ണം ചോദിക്കാതെ കിട്ടിയതാണ്. പ്രാർത്ഥിക്കാതെ. ഇത് തന്നെയല്ലേ ഒരു വലിയ സന്ദേശം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ലഭിക്കുന്നത് നമ്മൾ കാറി കൂവിട്ടോ ആഗ്രഹിച്ചിട്ടോ അല്ല. നമ്മുടെ അപ്പൻ അറിയാൻ നമുക്ക് എന്ത് വേണമെന്ന്. അത് തന്നെയല്ല നമ്മൾ ദൈവത്തെ അർഹിക്കുന്ന സമയത്ത് അത് തരും. അതിനുവേണ്ടി നമ്മൾ ഉറവിളിക്കുകയോ നിലവിളിക്കുകയോ കാറി കൂവുകയോ ഉപവാസം ഇരിക്കുകയോ തലകുത്തി നിൽക്കുകയോ ഒന്നും വേണ്ട. നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ഒരു ഇന്ന വേണമെന്ന് ചോദിക്കുക. ഞാൻ ചോദിച്ചൊന്നും കിട്ടിയിട്ടില്ല. അതാണ് നേരെ തിരിച്ച്. അല്ലാതെ കിട്ടിയിട്ടുണ്ട് മിറക്കിൾസ്. എന്നാലോചിച്ച് നോക്കിയേ. അതിൻ്റെ അർത്ഥം ദൈവം നമുക്ക് തരാനിരിക്കേണ്ടതൊക്കെ തരും. നമ്മൾ അദ്ദേഹത്തെ ആരാധിക്കുക, ദൈവത്തെ വിശ്വസിക്കുക. യേശുക്രിസ്തുവിൽ ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, പക്ഷെ ഞാൻ ഒരു പൈസ ഇടിയല്ല. ഞാൻ അല്ലാത്തവർക്ക് തന്നെ പാവപ്പെട്ടവർക്കെല്ലാം കൊടുക്കും. ഞാൻ പള്ളിയിൽ കാരണം ഫ്രാങ്കോയുടെ കേസ് വന്നപ്പോൾ പിന്നെ ഒരു പൈസ പള്ളി ഇടിയല്ല. കാരണം പൈസ എടുത്ത് മുഴുവൻ പള്ളി ചിലവാക്കിയത് പള്ളിയിലേക്ക് പോലെ ഞാൻ ഒരു പൈസ പോലും പള്ളി ഇടാറില്ല. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ദൈവത്തിന് സൃഷ്ടാവിന് ഈ സകല സൃഷ്ടിയുടെയും ഉടയവനെന്ന് കരുതുന്ന സൃഷ്ടാവിന് സൃഷ്ടിയുടെ പിച്ചക്കാശ് വേണോ? പള്ളിയുടെ നടത്തിപ്പിനാന്നുള്ള രീതിയിലല്ല പറയുന്നത്. പണ്ട് നമ്മുടെ പഴയ മറ്റേ പിന്നെ അപ്പസ്തോലന്മാരുടെ കാലത്ത് അവരെല്ലാം കോൺട്രിബ്യൂഷൻ ഇട്ടിരുന്നല്ലോ. അല്ല, ഈ കാലഘട്ടത്തിൽ ഇവരും പറയുന്നു കാക്കകളെ നോക്കുവിൻ, അല്ലെ പറവകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല
കൊയ്യുന്നില്ല, കളപ്പുരയിൽ സൂക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം അരമനകളിലും ഇടവകളിലും സംഭരിക്കുകയല്ലേ? ഞാൻ വിശ്വസിക്കുന്നതാണ്, ദൈവം നമുക്ക് തരാം, നമുക്കൊരു ഡെസ്റ്റിനി പറഞ്ഞു വിടുന്നത്. ആ സങ്കീർത്തനം 139 അത് തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടാൻ നമ്മൾ ദൈവത്തെ ആരാധിക്കുക, പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ ആരാധിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മൾ ആരാധിക്കുക, നമുക്ക് കിട്ടാനുള്ള ദൈവം തരും. ഒരു സിംപ്ലി പറഞ്ഞില്ല, നീ നിന്റെ കർമ്മം ചെയ്യുക, ഫലം ഇച്ഛിക്കരുത്, അത് വന്നോളും. അത് വരേണ്ടത് വന്നോളാം. എൻ്റെ അനുഭവം അത് തന്നെയാണ്. അതിനകത്ത് അഗ്രഗണ്യാണ് മിസ്റ്റർ ജോസഫ്. പുള്ളി മാർക്കറ്റിംഗ് എന്നാന്നറിയോ, ഈ പണ്ട് നമുക്കൊരു ഈ പറഞ്ഞ മോദി കെയർ അല്ലെങ്കിൽ ഒരു ആംബ ഇല്ലായിരുന്നോ, അവിടെ ആണെങ്കിൽ നമ്മൾ സെയിൽ കൂടുന്നതനുസരിച്ച് നമ്മുടെ താഴെയുള്ളവർ സെയിൽ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ പൊസിഷൻ കൂടിക്കൊണ്ടിരിക്കും. അസിസ്റ്റന്റ് ഡയറക്ടർ, മാനേജർ, ജനറൽ മാനേജർ, അന്നേരം നമ്മുടെ കമ്മീഷൻ റേറ്റും കൂടിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ജോസഫിന്റെ സ്ട്രാറ്റജി അത് തന്നെയാണ്. അതായത് എത്രയും വിൽക്കുന്നു അത്രയും ആൾക്കാർ 100 പേരെ കണ്ടെങ്കിൽ അത് 10 പേരെങ്കിലും വരായിരിക്കില്ല. അവർ കാണുമ്പോൾ വീണ്ടും 10 പേരെ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെയാണ് അവിടെ എണ്ണം കൂടുന്നത്. ഞാൻ ഡോക്ടർ പീറ്റ് സ്കോട്ട് എന്ന് പറഞ്ഞ അമേരിക്കൻ ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റ് ഒരു പുസ്തകം എഴുതുന്നത്, ദ റോഡ് ലെസ് ട്രാവൽഡ്. അതിനകത്ത് എഴുതിക്കുന്ന ആദ്യത്തെ 3 വേർഡ്സ് ആണ് ലൈഫ് ഈസ് ഡിഫിക്കൽട്ട്. പുള്ളി ധനവാനോ പാവപ്പെട്ടവനോ പവിത്രനോ ആരും പറഞ്ഞ ലൈഫ് ഈസ് ഡിഫിക്കൽട്ട്. നമ്മുടെ ലൈഫ് ഡിഫിക്കൽട്ട് ആയിട്ടാണ് ദൈവം ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അത് പണമുള്ളവനും പാവപ്പെട്ടവനും എല്ലാവർക്കും ലൈഫ് ഈസ് ഡിഫിക്കൽട്ട്. ആ 3 സെന്റൻസിൽ അയാൾ തുടങ്ങുന്ന ആ പുസ്തകം. നെക്സ്റ്റ് ലൈൻ ഇതാണ്, ഇഫ് വി ആർ ഏബിൾ ടു റിയലൈസ് ദിസ് സ്റ്റാർക്ക് റിയാലിറ്റി, ഹാഫ് ഓഫ് അവർ പ്രോബ്ലംസ് ആർ ഓവർ. ലൈഫ് നമുക്ക് എല്ലാവർക്കും ഈസിയാണ്. എൻ്റെ ലൈഫിൽ ഒരു 100 പ്രോബ്ലംസ് ഉണ്ട്, സുനിൽ ലൈഫിന് ഇല്ലാതില്ല. എൻ്റെ പ്രോബ്ലം വരെ എനിക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് ഗെറ്റ് ഓവർ ചെയ്യണം. അതിനാണ് ഈ ആൾക്കാർ പുറകെ നടക്കുന്നത്. ലൈഫ് ഈസ് ഡിഫിക്കൽട്ട് എന്ന് അയാൾ 3 വേർഡ്സിൽ സമ്മറൈസ് ചെയ്ത പുസ്തകം. ലൈഫ് ഈസ് ഡിഫിക്കൽട്ട്. 40 വർഷം ക്ലിനിക്കൽ സെക്രട്ടറി നടത്തിയ ആള്. കാരണം സുനിലുള്ള പ്രോബ്ലം അല്ല എനിക്ക് എൻ്റെ പ്രോബ്ലം എൻ്റെ ക്ലോസ് ടു മൈ ഹാർട്ട് ആയതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എനിക്ക്. ഇത് നമ്മൾ ആരും റിയലൈസ് ചെയ്യുന്നില്ല. നമ്മളുടെ ഈ ചെറിയ പ്രശ്നങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് കരുതി നമ്മൾ നിലവിളിച്ച് ഓടുന്നു. കാരണം ഇത് റിയലൈസ് നമുക്ക് വി വാണ്ട് ലൈഫ് ടു ബി ഈസി, വിച്ച് ഇസ് നോട്ട് ദ കേസ്. അല്ലേ? ഇപ്പൊ നമ്മളോർക്ക് അദാനിയും അംബാനിയും ഒക്കെ അന്നേരം അത്രയും സമ്പന്നന്മാർക്കൊരു ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നതിന്റെ എത്രയോ എന്തേറെ പണമുണ്ടോ അത്രയും പ്രോബ്ലംസ് സുനിലേ. ദ മോർ ദ മണി ഹാവ് ദ മോർ ദ അവിടെ. കാരണം പ്രത്യേകിച്ച് ഹിൻഡൻബർഗ് ഒക്കെ വന്നപ്പോ അദാനിയുടെ ഷെയറൊക്കെ എത്ര 1000 കോടി താഴോട്ട് നിന്ന നിപ്പിൽ പോയത് എന്ന് പറഞ്ഞാൽ അത് ഞാനത് എപ്പോഴും വിശ്വസിക്കും. ലൈഫ് ഈസ് ഡിഫിക്കൽട്ട് ബട്ട് വി ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ബി ഡിഫിക്കൽട്ട്. അവിടെയാണ് ഇവരുടെ സ്ട്രാറ്റജി. ഈ സാക്ഷ്യം എന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. കർത്താവ് ഒരു അല്പം സംഭവിച്ചിട്ടുണ്ട്, സാക്ഷ്യം പറയേണ്ട യാതൊരു കാര്യമുള്ള കർത്താവ് അറിഞ്ഞിട്ടുകൊണ്ട് വന്നതാണ്. അതിനെ കർത്താവിനെ മാത്രം. കാരണം ഈ സാക്ഷ്യമാണ് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്നു. എഞ്ചിനീയർ പെൺപിള്ളേരെ നിർത്തിക്കൊണ്ട് വട്ടായിലെ അച്ഛൻ പറയുന്നത്, ഒന്നും പഠിക്കുന്ന പിള്ളേരല്ലായിരുന്നു. ഞാനന്ന് ഇത് പുള്ളിയുടെ ടോക്ക് 8 മണിക്ക് 8 PM ടോക്ക് ഉണ്ടല്ലോ, എൻ്റെ പേരും പറഞ്ഞു, വചനമല്ലോ അഭിഷേകാഗ്നി കണ്ടിട്ട് പോയി. നോക്കിയപ്പോൾ എല്ലാത്തിനും A+ 85. എന്നാൽ പിള്ളേർക്ക് ആർക്കും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഇതൊക്കെ സമൂഹത്തിന് ഭയങ്കര തെറ്റായ ഒരു മെസ്സേജ് അല്ലേ കൊടുക്കുന്നത്? അത് അവർക്ക് സംഭവിക്കണം. അത് തന്നെയല്ല സുനിലേ, എല്ലാവരുടെയും മെമ്മറി പൊരുപ്പെടും. ആ പിള്ളേർക്കൊക്കെ ക്ലാസ് ഇരുന്ന നല്ല മെമ്മറി ഉള്ള പിള്ളേർക്ക് ക്ലാസ്സിൽ പഠിപ്പിച്ച് ഓർമ്മ വരും. അതേ വന്നു. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ നല്ല സ്മാർട്ട് ആയിട്ടുള്ള നല്ല ഐക്യമുള്ള കുട്ടികളെ ഇവർ വെറും മുണ്ണകളാക്കുക. അതായത് ഈ മാമോദിസ വെള്ളം തെളിച്ച് സൺഡേ സ്കൂളുകളിൽ വിട്ട് ഇവർക്കൊരു തോന്നലെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്കില്ലോ ഇവരുടെ ഐക്യമോ ഇവരുടെ കപ്പാസിറ്റി കൊണ്ടൊന്നും ഇവർക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് വേറെ ആരുടെയോ. അന്നേരം അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ്. ഇപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് ഈ പറയുന്ന അച്ചീവ്മെന്റ്സ് എല്ലാം നമുക്ക് ലഭിച്ചു. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഈ ടെൻഡർ ഏജിൽ തന്നെ ഇവരുടെ ഈ മസ്തിഷ്ക പ്രക്ഷോളത്തിന് വിധേയമായി ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തോന്നുന്നത് ഇതൊന്നും ഞങ്ങളുടെ മെറിറ്റ്. അവരും അങ്ങനെ പഠിപ്പിക്കുന്നത്, ഇതൊന്നും നിന്റെ കഴിവല്ല, മേലിരിക്കുന്നവന്റെ കഴിവാണ്, അവന്റെ ദാനമാണ്. അതാ ഇവരുടെ നമ്മൾ ഞാൻ പള്ളിയിൽ പോകുന്ന പറഞ്ഞാൽ നമുക്ക് ചർച്ച് ഹാസ് ബിക്കം നെസസറി ഈവിൾ. കാരണം നമ്മുടെ മക്കളുടെ കല്യാണം, മാമോദിസ, നമുക്ക് സൊസൈറ്റി ജീവിക്കും, അതില്ലാതെ പറ്റിയല്ല. അതുകൊണ്ട് ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകും. പക്ഷെ യാതൊരു ആക്ടിവിറ്റീസും കൂടിയല്ല. കാരണം ഇറ്റ്സ് എ നെസസറി ഈവിൾ നമ്മുടെ സൊസൈറ്റി. ആ മൈൻഡ് സെറ്റെ നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം ഈ പറയുന്ന പോലെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളുകൾ ഇവിടെ ലോകത്ത് ജീവിക്കുന്നില്ലേ? ചോദിക്കും. പക്ഷെ സുനിലെ നമ്മൾ ഓർക്കുന്നത്, നമ്മളൊരു സൊസൈറ്റി ജീവിക്കുമ്പോൾ സൊസൈറ്റി ചെയ്യുന്നത് ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. അല്ല ആ ഒരു നമ്മൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു സൈക്കോളജിക്കൽ ബാരിയർ ആണ് ഇതെല്ലാം. എനിക്ക് നെസസിറ്റി ആണെന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ ബാരിയർ ആണ് ഇതിനെല്ലാം കാരണം. അത് സൊസൈറ്റൽ പ്രഷർ ആണത്. സൊസൈറ്റൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അത് ആര് ക്രിയേറ്റ് ചെയ്യുന്നു? നമ്മൾ തന്നെ സ്വയമായിട്ട്. മാറി വരുന്നുണ്ട് കേട്ടോ. ഇപ്പം സാർ തന്നെ ഓർക്കുക, ഒരു 2 അല്ലെങ്കിൽ 3 തലമുറ മുമ്പ് നമ്മുടെയൊക്കെ പൂർവികന്മാരായിരുന്നു?
അത് ഓരോ മനുഷ്യനും സ്വയം വിചിന്തന. ഇവര് ആരെങ്കിലും ഇസ്രായേലിൽ നിന്ന് വന്നോ അല്ലെ ഇവിടുന്ന് വന്നോ ആളുകളാണോ? അല്ല. ഇവിടെ ഈ ഇവിടെ ജീവിച്ച സാധാരണക്കാരായ ഇവിടുത്തെ തദ്ദേശീയരായ ഹൈന്ദവർ തന്നെയായിരുന്നു. അവരെ സുറിയാനി ക്രിസ്ത്യാനികളാക്കി ഇവര് സുറിയാനി ക്രിസ്ത്യാനികളാണെന്നുള്ള ഒരു ലേബലാണ്, നമ്മൾ എന്തോ സംതിങ് കൂടിയതാണെന്നുള്ള ഒരു സൈക്കോളജിക്കൽ ഒരു ഫീലുമായിട്ട് നടക്കുമോ? എന്തെങ്കിലും മണ്ണാങ്കട്ടയാണോ? അല്ല. ഇന്ന് ഇപ്പൊ കേന്ദ്ര സർവീസിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ നമുക്കറിയാം, ഒരു ഇത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ നമ്മളുടെ ജാതിയുടെയോ മതത്തിന്റെയോ മറ്റു കാര്യങ്ങളുടെയോ ഒക്കെ എന്തെങ്കിലും മാനദണ്ഡം അതിനകത്തൊരു സർവീസിലുണ്ടോ? ഇല്ല. പിന്നെ മറ്റേ റിസർവ് കാറ്റഗറി അവർക്ക് പ്രൊമോഷനിലൊക്കെ ഇതുണ്ടെന്ന് അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് മുസ്ലിംസും ഉണ്ടായിരുന്നു, ഹിന്ദുക്കളും ഉണ്ടായിരുന്നു, മറ്റേ SCസും ഉണ്ടായിരുന്നു, STസും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഒറ്റ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്തു. ഞങ്ങൾ അവിടെ ജാതിയോ മതമോ നോക്കാറില്ല. അന്നേരം അതിനകത്ത് ഇപ്പൊ സപ്പോസ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇപ്പൊ ആസ് എ ടീം നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് അവൻ സുറിയാനിയാണോ ഇവൻ മെറ്റാനാണോ ഇതൊന്നും, പക്ഷെ ഇതൊന്നും നമ്മുടെ പെർഫോമൻസിനെയോ ഔട്ട്പുട്ടിനെയോ നമ്മുടെ കോർ ഒന്നും അഫക്ട് ചെയ്യുന്നില്ല. അതിന് ഇത് അവരുടെ ഒരു സാമ്രാജ്യമല്ലേ. അതുകൊണ്ടല്ല അവർ ആദ്യം നമ്മളെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് ഡൽഹി, ബോംബെ ഒക്കെ അവിടെ ചെന്ന് ഓരോ രൂപത സ്ഥാപിച്ചു. നെസറിബിളാണ്. കാരണം എന്നിട്ട് കേട്ട് ഞാൻ ഡൽഹി വന്നപ്പോൾ ഞാൻ കൂടിയില്ല. കാരണം ഞാൻ ലാറ്റിൻ സഭയിലാണ് 10-25-30 വർഷം തീർന്നു. ഞാൻ പറഞ്ഞു എനിക്കൊരു പുതിയ ഒരു റൈറ്റിന്റെ ആവശ്യമില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ്, ബട്ട് ഐ വാണ്ട് ടു റിമെയിൻ ആസ് എ മെമ്പർ ഓഫ് ദ സെയിന്റ് തോമസ് ചർച്ച് എഴുതി കൊടുത്തു. എന്നിട്ട് നമ്മളെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്തു. പണ്ട് ഞങ്ങൾ മലയാളികളും ഗോവൻസും ജാർഖണ്ഡികളും ഒറീസരും എല്ലാവരും ഒറ്റ കൊടക്കുഴി നിന്നേരം ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് വെട്ടിപ്പിച്ചു സീറോ മലബാർ വേറെ. എന്നിട്ട് നമ്മുടെ ഭരണിക്കുളങ്ങര എന്താ അയച്ചെന്നറിയാമോ? അതായത് സീറോ മലബാർ കുടുംബത്തിൽ ജനിച്ചിട്ട് ഇവിടെ വന്നവരെല്ലാം കമ്പൽസറിലി അവർ ഇതിന്റെ മെമ്പർ ആണെന്ന് പറയാൻ. നമ്മുടെ ചിലക്ക് ലോയേഴ്സ് ഇങ്ങനെ ഈ ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ അത് ഇടവകളിൽ തന്നെ നോക്കി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ എത്ര ഗ്രൂപ്പ് ആക്കി തമ്മിൽ ഭിന്നിപ്പിച്ചും തല്ലിപ്പിച്ചുവേ ഇവർക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ആ ബ്രിട്ടീഷുകാർ കളഞ്ഞിട്ട് പോയ അതേ സിസ്റ്റമാണ് ഇവർ ഇടവകളിലും പള്ളികളിലും ഇവര് ഗ്രൂപ്പ് സിസ്റ്റത്തിലൂടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയിലൂടെ ഇവരെ തമ്മിൽ അടുപ്പിച്ച് ആണ് ഇവർ കൊണ്ടുപോകുന്നത്. അല്ല ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ ജനാബിയ കുർബാന, അതായത് കർത്താവ് ഒരു നമ്മൾ ഒടുക്കത്തെ അത്താഴത്തിന്റെ ഒരു റീ എനാക്ട്മെന്റ് അല്ലേ നമ്മുടെ കുർബാന. കർത്താവ് എല്ലാവരുടെ മുമ്പിലോട്ട് തിരിഞ്ഞു നിന്നിട്ടല്ല ചെയ്തത്, ഇല്ലേ? തിരിഞ്ഞൊന്നുമില്ല, അവര് കൂടിയിരുന്ന് അവരുടെ ഉണ്ടായിരുന്ന ആ ഒരു അപ്പം നുറുക്കി കരുതലിന്റെയും സ്നേഹം പങ്കുവെക്കൽ, യജമാനും ദാസനും വൃത്തിനുമായിട്ട് ഒന്നും അല്ലായിരുന്നു. അവർ ഒരുമിച്ചിരുന്ന് അവര് ആ ഒരു പങ്കുവെക്കലിന്റെ ഒരു മഹത്തായ സന്ദേശമല്ല കൊടുത്തത്. അവിടെ കർത്താവ് വന്നാൽ ഞാൻ നീയൊക്കെ അങ്ങോട്ട് 2 മീറ്റർ അപ്പുറത്തോട്ട് മാറി നിൽക്കും, ഞാൻ എന്റെ വേഷമൊക്കെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഞാൻ നിങ്ങള് കൈയും കൂപ്പി നിന്ന് കാണാനാണോ ഇത് പറഞ്ഞത്? ഞങ്ങളുടെ ചെറുപ്പകാലത്തുണ്ട് അച്ഛന്മാര് പണ്ട് അങ്ങോട്ട്, അതായത് അൾത്താരം പോകുമ്പോൾ നമ്മൾ അതായത് തിരിഞ്ഞു നിന്നേരം ചൊല്ലിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് സഡൻലി ഞാനൊരു 12 വയസ്സായപ്പോഴത്തേനും എന്നാ കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് തിരിച്ചു നേരെ. അല്ലേ അതായത് ഇപ്പൊ ലാറ്റിൻ സഭയെ മുഴുവൻ തിരിഞ്ഞ് നമ്മൾ 90% സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇതെനിക്ക് അറിയത്തില്ല, സുനിൽ അറിയാവുന്ന നമ്മുടെ പൗവത്തിൽ പിതാവില്ലേ, പുള്ളിക്കാണ് ഒരു ഇത് ഐഡിയ കരുത്. ഇല്ല, മുഴുവൻ മുഖാവനും വേണ്ട, പകുതി നേരം ജനാബിയ മുഖാം മതി എന്ന് പറഞ്ഞൊരു പുള്ളി അത് അങ്ങോട്ടൊരു ഓർഡർ ഇഷ്യൂ ചെയ്തു. അത് തവത്തിൽ ചങ്ങനാശ്ശേരിക്കാരനല്ലേ, പുള്ളിയുടെ ആ ഓർഡർ ഈ പറഞ്ഞ പോലെ നമ്മുടെ അങ്കമാലി രൂപതക്കാർ അംഗീകരിച്ചില്ല. അന്ന് മുതലേ ടസില. ഈ ടസിലോണ്ട് നമ്മുടെ കത്തോലിക് സഭ ഇന്ന് കാണുന്ന ഈ കുർബാന വിവാദവും ഇത് കുർബാന എങ്ങോട്ട് നിന്ന് തിരിഞ്ഞു കളിക്കണം എന്നുള്ളതിലുപരി ഈ ഭൂമി കുംഭകോണം ഇതിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ടാക്ടീസ് ആയിരുന്നു എന്ന് ആയിരിക്കാൻ മേലാകിയില്ല. നിൽക്കുന്നു എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ തലവേദന. അതിന് ഒരാൾ സജഷൻ കൊടുത്തു, ഒരു കാര്യം ചെയ്യും, ഒരു വട്ടമേശ ഇട്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ കണ്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ആരോ ഫേസ്ബുക്കിലും കണ്ട് എഴുതിക്കണ്ട്. എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. പക്ഷെ അതുകൊണ്ട് ഈ പറഞ്ഞ കുർബാന തർക്കത്തിൽ നമ്മുടെ കത്തോലിക്ക സഭ എന്തുമാത്രം ലോക നാറിയെന്നറിയാം ഹിന്ദുക്കളുടെ അനുസരിച്ച്. എന്നോട് പലരും ചോദിക്കും എന്നാ ഈ ജനാബിയും, ഞാൻ പറയാം കുണ്ടിക്കുർബാന അണ്ടിക്കുർബാന എന്ന് പറയും. എന്തുമാത്രം നമ്മൾ പണ്ട് യാക്കോബൈറ്റ്സും ഇവരും മറ്റേ ഓർത്തഡോക്സ് നമ്മൾ അടിച്ചപ്പം കത്തോലിക്ക സഭ എന്തായാലും സന്തോഷിച്ചായിരുന്നറിയോ? അപ്പോൾ അതിലും വേഴ്സ് സ്ട്രീറ്റ് വെൽ അച്ഛന്മാരിതാ ലോഹ ഇട്ടുണ്ട് വഴി കൂടെ സമരം നടത്തുന്നു. ഈ സുനിലെ പിള്ളേരെന്തര വലുതാണ്, എന്റെ മകനൊന്നും പള്ളിയിൽ പോവുകയല്ല. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ അവരെല്ലാം അറിയുന്നില്ല. ഇതെല്ലാം
വെറും ഒരു ഷരാദ് എന്ന് പറയും, ഇംഗ്ലീഷ് CHRAD, ഒരു ഡ്രാമ ആണെന്നുള്ള വെറും എല്ലാവരും പറഞ്ഞു. നമ്മൾ ഓഫ് ലേറ്റിന് എല്ലാവരും തന്നെ ഉണ്ടല്ലോ ഈ കുർബാനയും പള്ളിയും പ്രാർത്ഥനയും അച്ഛനും കൊണ്ടൊന്നുണ്ടല്ലോ. എനിക്കൊരു 20% പോലും യാതൊരു വിശ്വാസവും. പക്ഷേ ഞാൻ പോകുന്ന എന്തോ ഞാൻ പറഞ്ഞില്ല, സൊസൈറ്റൽ പ്രഷർ, നമ്മുടെ ചർച്ച് ഇസ് നെസസറി ഈവിൾ എന്ന് പറഞ്ഞ് മാത്രം ഞാൻ പോകുന്നത്. നമ്മുടെ തമ്പരാനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. സൺഡേ പള്ളി പോവും അച്ഛനെ മുഖം കാണിക്കാൻ വേണ്ടി മാത്രം. ഞാൻ കുർബാന കഴിക്കാറുമില്ല, സംസാരിക്കാറുമില്ല കേട്ടോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.